ഹായ് ഗായസ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്റെ ഫ്രണ്ട് ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന ഒരു പോസ്റ്റ് എന്നെ വളരെയധികം ആകർഷിച്ചു. അതെന്താണെന്ന് വെച്ചെന്നാൽ, എല്ലാ ആഴ്ചയിലും ഉടുപ്പ് വാങ്ങുന്ന പെണ്ണുങ്ങൾക്ക് മാനസിക സമ്മർദ്ദം വളരെ കുറവായിരിക്കുമെന്ന്. ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് വിചാരിച്ച് ഞാനും ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതിലൊരു ചെറിയ സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എല്ലാ ആഴ്ചയിലൊന്നും ഷോപ്പിംഗ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഞാനൊരു 3-4 മാസം കൂടുമ്പോഴായിരിക്കും വല്ല ചുരിദാറോ സാരിയോ എന്തെങ്കിലും വാങ്ങുന്നത്. അതും വാങ്ങി വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എന്നാ ഒരു സന്തോഷമാണെന്നറിയോ. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറുള്ള ഒരു ചുരിദാറോ ഒരു സാരിയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തും വെച്ച് നോക്കി ഇട്ടും നോക്കി എന്നാ ഒരു ഭംഗി നാട്ടുവായി അല്ലേ. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു പുതിയ സാധനം വാങ്ങിച്ചു കഴിയുമ്പോഴൊക്കെ ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. അയ്യോ, ഞാൻ ചുരിദാർ വാങ്ങി, അല്ലെ സാരി വാങ്ങി, അല്ലെ ഓർണമെന്റ്സ് വാങ്ങി എന്നുള്ളത് അതൊരു സന്തോഷമല്ലേ. അപ്പോൾ എന്റെ ഫ്രണ്ട് പറഞ്ഞ തിയറിയോട് ഞാൻ 100% എഗ്രി ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഷോപ്പിങ്ങിന് പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ പേർക്ക് പേഴ്സണലായിട്ട് കേട്ടോ നമുക്ക് അതിയായ ഒരു സന്തോഷം വരും. അപ്പോൾ നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളെ എല്ലാം നമ്മൾ മറക്കും അല്ലേ. ശരിയല്ലേ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയെന്ന് പറഞ്ഞാലും ചിലപ്പം ഭർത്താക്കന്മാരുടെ സമ്മർദ്ദമൊക്കെ കൂടിയെന്നിരിക്കുമായിരിക്കും കേട്ടോ. അത് സാരമില്ല, അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഞാൻ ഒഹായോയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ലേഡി ഉണ്ടായിരുന്നു. ആ സ്ത്രീ പറയുകയാണ്, ഞങ്ങൾക്ക് അന്ന് 2 ആഴ്ച കൂടുമ്പോൾ പേ ചെക്ക് കിട്ടും, നമ്മുടെ ശമ്പളം കിട്ടും. അപ്പോൾ എപ്പോൾ പേ ചെക്ക് കിട്ടിയെന്നാലും പുള്ളിക്കാരി പോയിട്ട് പുള്ളിക്കാരിയുടെ പേർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സാധനം മേടിക്കും. അത് വലിയ വില കൂടിയൊന്നും അല്ല, ചിലപ്പോൾ ഒരു സോക്സ് ആയിരിക്കും, അല്ലെങ്കിൽ $1 $2 ഒരു സാധനമായിരിക്കാം. പക്ഷെങ്കിൽ അത് പുള്ളിക്കാരത്തേക്ക് വേണ്ടി മാത്രമായിട്ട് വാങ്ങും. അല്ലാതെ വീട്ടിലെ പേർക്കുള്ള സാധനങ്ങളോ മക്കൾക്ക് വേണ്ടിയുള്ള സാധനം, ഭർത്താവിനുള്ള സാധനം അങ്ങനെയൊന്നുമല്ല. അങ്ങനെ വാങ്ങിക്കും. പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻസെന്റീവ് വേണം. ആ പേ ചെക്കിൽ നിന്ന് $1 അല്ല $2 നമുക്ക് വേണ്ടി ചെലവാക്കണം ആലിസ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, എന്റെ ദൈവമേ, അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ പോയി സാധനങ്ങൾ മേടിക്കും, അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല, അത് എൻജോയ് ചെയ്യുകയും ചെയ്യും. പക്ഷേ പേച്ചക്ക് കിട്ടുമ്പം പോയി എനിക്ക് വേണ്ടി എന്തെങ്കിലും സാധനം വാങ്ങുക എന്നുള്ളതൊന്നും ഇല്ല. നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം മിച്ചമുണ്ടെങ്കിൽ നമ്മൾക്ക് പോയി മേടിക്കും. ഇന്ന് ഞാനത് ഓർക്കുകയാണേ. അത് വാസ്തവത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്ത കാശാണെന്ന് പറഞ്ഞാലും നമ്മൾക്ക് വേണ്ടി അത് ചെലവഴിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എന്നാണ് ലാസ്റ്റ് ടൈമിൽ ഒരു ചുരിദാറോ സാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പേഴ്സണലായിട്ട് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എടുത്ത് തിരിച്ചും മറിച്ചും എല്ലാം നോക്കിയില്ലേ, അതിൻ്റെ ഭംഗി ആസ്വദിച്ചില്ലേ? അങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ മാനസിക സമ്മർദ്ദമൊക്കെ കുറഞ്ഞില്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞെന്നാൽ നമ്മുടെ മാനസിക സമ്മർദ്ദം ശരിക്കും കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ.